സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം 51-ാം ദിവസം. സർക്കാർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ആഷിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, സമരം അതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു. 51-ാമത്തെ ദിവസമാവുന്നു. ഇതിപ്പോൾ കേന്ദ്രമന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവർ തമ്മിലൊരു കൂടിക്കാഴ്ച ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും തീരുമാനമായാൽ ആശാവർക്കർമാർക്ക് ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാം. എന്താണ് അവരുടെ പ്രതീക്ഷ? ഇന്നലെ മുടിമുറിക്കൽ സമരമൊക്കെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ഈ വിഷയത്തിൽ അവർക്ക് പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ടോ ഇപ്പോഴും? അഷിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 4ാം ഘട്ട സമരത്തിലേക്കാണ് ആശമാർ ഇപ്പോൾ കടന്നിരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തലമുണ്ഠനം ചെയ്തായിരുന്നു ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത്. ഓരോ ആശാപ്രവർത്തകയായി രാവിലെ തന്നെ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ നമ്മുടെ സമരം 51-ാം ദിവസം പിന്നിട്ടല്ലോ. നിരാഹാരം 13-ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. ഇനിയും സർക്കാർ കണ്ണു തുറക്കും? ഇനി സർക്കാർ കണ്ണു തുറക്കണം. അല്പമെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കണ്ണ് തുറക്കണം. ബഹുമാനം എന്ന് പറഞ്ഞാൽ വേണമെന്നല്ല, മനസാക്ഷി എന്നുള്ളവർ ഉണ്ടെങ്കിൽ തുറന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ കാണണം. ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുന്നു നടത്തട്ടെ. അവർ സന്തോഷപൂർവ്വം നടത്തിക്കോട്ടെ. ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിൽ പറഞ്ഞയക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്ന് അത് ചെയ്യിച്ചതാണ് നമ്മുടെ സർക്കാർ. ശിവൻകുട്ടി അടക്കം പറഞ്ഞത് കേന്ദ്രത്തിനാണ് നിങ്ങൾ ഈ മുടി മുറിച്ച് കാണിക്കേണ്ടതെന്നുള്ളതാണ്. ശിവൻകുട്ടി സാർ പകുതി 60% അവിടെയും കൊടുത്ത് 40% ഇവിടെയും കൊടുക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാം. ഈ ബിന്ദു മേഡം എന്ന് പറയുന്നത് മന്ത്രി ബിന്ദു മേഡം ഞങ്ങൾ വാഴപ്പിണ്ടികളാണെന്ന്. അവരൊരു സ്ത്രീയാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മാനസികമായുള്ള പ്രയാസം, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എല്ലാം കൊണ്ട് തിളച്ച് നിൽക്കുന്ന ഞങ്ങളാണ്. തിളച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രമാത്രം ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നവരാണ്. അവർ AC റൂമിൽ AC കാറിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ഞങ്ങളെ പാവങ്ങളെ പറ്റി അറിയില്ല. അവരാ ഞങ്ങൾക്ക് ധൈര്യം തന്നത്. ബിന്ദു മേഡം ഇതെല്ലാം ഞങ്ങളെ പറഞ്ഞിട്ട് ബിന്ദു മേഡത്തിൻ്റെ വീട്ടിൽ പോയി ആരെയാ നോക്കണം? മക്കളെ തന്നെ, പെൺമക്കളുണ്ടെങ്കിൽ അവരൊരു സ്ത്രീയല്ലേ. അവർക്ക് എത്ര യോഗ്യതയുണ്ട് അവർക്ക് ഇങ്ങനെ ഞങ്ങളെ പറയാനുള്ള എന്താ ഉള്ളത്? അവർ വരട്ടെ, വന്ന് ഇവിടെ വന്ന് പറയട്ടെ. ഇത്രയും ഇങ്ങനെ പറയുന്ന, അവിടെ മറഞ്ഞിരുന്ന് പറയുന്ന മേഡം ഇവിടെ വരണം. ബഹുമാനപ്പെട്ട മന്ത്രിയാണല്ലോ, അവരിവിടെ വരണം. ഈ സമരപ്പന്തലിൽ വന്ന് ഞങ്ങളുടെ മുമ്പ് വച്ച് പറയണം ഞങ്ങൾ വാഴപ്പിണ്ടികളാണ്. അപ്പോഴും ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഞങ്ങൾ ആ നട്ടൻ്റെ വാഴപ്പിണ്ടിയാണോ എന്ന് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. അവർക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷേ ഞങ്ങളുടെ സ്ഥാനത്ത് അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് അവർ സഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് പെണ്ണിനെ ഒരിക്കലും കുറ്റം പറയരുത്. ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രയാസവും ബുദ്ധിമുട്ടാണ് മറ്റൊരു സ്ത്രീക്കും ഉണ്ടാകുന്നത്. ഞങ്ങളെ ആൾക്കാരെ പറ്റിക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ പറ്റിച്ചു കൊണ്ടുപോകാനോ മന്ത്രിയെ തട്ടിയിടാനോ കമിഴ്ത്തി തട്ടാനോ അല്ല വരുന്നത്. ഞങ്ങൾക്ക് അന്ന് 2021 ഞങ്ങൾക്ക് ഇത് പരമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേതനം കൂട്ടിത്തരാം. ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല. 21,000 രൂപ പെൻഷന്, നല്ല പ്രായത്തിൽ പെൻഷനായി പോകുമ്പോഴത്തേക്ക് ഒരു 5 ലക്ഷം രൂപ. അത് അവരിവിടെ വന്ന് അവർ എന്താണെന്നുള്ളത്, അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്നുള്ളത് അവരിവിടെ ഒന്ന് പറയട്ടെ. എന്തായാലും ഈ 2 ആവശ്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ആശാപ്രവർത്തകർ. നമുക്കറിയാം, നിരാഹാര സമരം 13-ാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുകയാണ്. 3 പേർ ഇപ്പോഴും സമരം തുടരുന്നുമുണ്ട്. 51 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല സമരം ആശാപ്രവർത്തകരുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം.